ഇലക്ഷൻ 2026 പൂർത്തിയായി. UDF കേരളത്തിൽ ആധികാരികമായി വിജയം നേടി. പ്രവചനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഏത് പ്രവചനമാണ് ആക്ച്വൽ റിസൾട്ടുമായി ഏറ്റവും അടുത്തുന്നത്? ഒന്ന് നോക്കാം. എക്സിറ്റ് പോളിൻ്റെ പ്രവചനം, നിർബന്ധ ബുദ്ധി, ChatGPT പ്രവചനം, ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇവയെല്ലാം ആക്ച്വൽ റിസൾട്ടുമായി നല്ലൊരു ശതമാനം വ്യത്യാസം ഉണ്ടായിരുന്നു താനും. പക്ഷേ ഒരു വ്യക്തിയുടെ പ്രവചനം, ഇലക്ഷന് മുന്നേ നടത്തിയ പ്രവചനമാണ് കേട്ടോ, അത് ആക്ച്വൽ റിസൾട്ടുമായി ഏറ്റവും അടുത്ത് നിന്നു. ആരാന്നല്ലേ? ഇതാണ് അദ്ദേഹം. കലാശക്കൊട്ടിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മോട് ചേരുകയാണ്. ടീം UDF എത്ര സീറ്റ് നേടും? 100-ലധികം സീറ്റുമായി തിരിച്ചു വരും. ആദ്യം കോടികൾ മുടക്കി നടത്തിയ എക്സിറ്റ് പോൾ, നിർമ്മിത ബുദ്ധിക്കും കോടികൾ ചിലവായി. അടുത്ത വർഷം സർക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇദ്ദേഹം ഉള്ളപ്പോൾ എന്തിനു വെറുതെ കോടികൾ മുടക്കണം? പ്രിസൈസ് ആൻഡ് കറക്റ്റ് അല്ലേ? ആ സേവനം ഉപയോഗപ്പെടുത്തുക. ഇനി ഇത്ര പ്രിസൈസായിട്ട് പ്രവചനം നടത്താനുള്ള പുള്ളിക്കാരൻ്റെ ശക്തി, പിന്നിലെ ശക്തി എന്താണെന്നറിയണ്ടേ? കട്ടൻ ജംഗ്ഷൻ എക്സ്ക്ലൂസീവ് നിങ്ങൾക്കായി. ആരോടും പറയരുത് കേട്ടാ. ഇതാണ് കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ എന്ന സ്പെഷ്യൽ പൊങ്കാലയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ് കന്റോൺമെന്റ് ഹൗസ്. അതിന് മുന്നിൽ നമ്മൾ ദൃശ്യം കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കുടുംബാംഗങ്ങളാണ്. മകൾ ഉണ്ണിമായ ഉണ്ട്. മകൾ ഉണ്ണിമായ നമ്മോടൊപ്പം ചേരുന്നു. ഉണ്ണിമായ നമസ്കാരം. ആദ്യമായിട്ടാണ് പൊങ്കാലിടുന്നത്? അല്ല, രണ്ടാമത്തെ തവണ. എന്നാ സ്പെഷ്യൽ പ്രയർ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാ തവണ പോലെ. അച്ഛന്റെ ഒത്തിരി എഫേർട്ടുകൾ, അതിന്റെ റിസൾട്ട് കിട്ടണം എന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലയിട്ട് സതീശൻ സാറിൻ്റെ മകൾ പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയിട്ടല്ല, തൻ്റെ അച്ഛൻ്റെ എഫേർട്സും ആഗ്രഹവും നടക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ആറ്റുകാലമ്മ കാണാതെ പോകില്ല. ഇനി ഈ ഇലക്ഷനിൽ പുറകോട്ട് പോയ പാർട്ടികൾ എന്ത് ചെയ്യണം എന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 5 വർഷമുണ്ട്, എല്ലാ വർഷവും പൊങ്കാലയുണ്ട്. അപ്പോൾ അടുത്ത വർഷം മുതൽ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോളുക കേട്ടോ. ഈ പാവത്തെ കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് മിന്നിക്കുക. ദേവിയേ.